മട്ടന്നൂരിന് 310 കോടിയുടെ പദ്ധതികൾ. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ 310 കോടി രൂപയാണ് വിവിധ പദ്ധതികൾക്കായി മട്ടന്നൂർ മണ്ഡലത്തിൽ മാത്രം വകയിരുത്തിയത്. മട്ടന്നൂരിന് അർഹമായ പരിഗണന ലഭിച്ചെന്ന് കെ ശൈലജ MLA. മണ്ഡലത്തിന്റെ പ്രധാനമായ എല്ലാ മേഖലയെയും സ്പർശിച്ച ബജറ്റാണിത്. സർക്കാരിന്റെ കരുതലിൽ മട്ടന്നൂർ മണ്ഡലം ഇനി കൂടുതൽ വികസന കുതിപ്പിലേക്ക് നീങ്ങും. അതിനായി മണ്ഡലത്തിൽ ഒട്ടേറെ പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. തില്ലങ്കേരിയിൽ നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ യോഗ സെന്ററിനാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത്. 50 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ നിർമ്മാണം പുരോഗമിക്കുന്ന ഉരുവച്ചാലിലെ കൾച്ചറൽ സെന്ററിന് 45 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കാഞ്ഞിരോട് കൈത്തറി ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 15 കോടി രൂപയും അനുവദിച്ചു. പഴശ്ശി ജലസേചന പദ്ധതിക്കും 13 കോടിയും മട്ടന്നൂർ റവന്യൂ ടവറിലേക്ക് മാറ്റുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യവും അത്യാവശ്യമായ സാധനങ്ങളും ലഭ്യമാക്കുന്നതിന് 8 കോടി രൂപയും മട്ടന്നൂർ സ്റ്റേഡിയം നിർമ്മാണത്തിന് 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ 4 പാലങ്ങൾക്കായി 74 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊറോറ പെരുമണ്ണു കടവിന് പാലം നിർമ്മിക്കാൻ 32 കോടി രൂപയും ഇരിക്കൂർ പാലം നിർമ്മാണത്തിന് 20 കോടി രൂപയും കണ്ടകശ്ശേരി പാലം നിർമ്മാണത്തിന് 13 കോടി രൂപയും കൈച്ചേരി പാലം നിർമ്മാണത്തിന് 9 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മണ്ഡലത്തിലെ 4 ടൗൺ നവീകരണത്തിനും മറ്റുമായി 23 കോടി രൂപയാണ് വകയിരുത്തിയത്. മട്ടന്നൂർ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിക്ക് 20 കോടിയും ചിറ്റാരിപ്പറമ്പ് തില്ലങ്കേരി കീഴല്ലൂർ ടൗൺ നവീകരണത്തിന് 3 കോടി രൂപയും വകയിരുത്തി. ടൂറിസം മേഖലയ്ക്കായി 21 കോടി രൂപയും വകയിരുത്തി. തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിൽ ചിത്രവട്ടം മച്ചൂർമല ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് 20 കോടി രൂപയും പഴശ്ശി പടിയൂർ ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് 1 കോടി രൂപയും വകയിരുത്തി. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി 30 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. മട്ടന്നൂർ മണ്ഡലത്തിൽ കെ ശൈലജ MLA നടപ്പാക്കി വരുന്ന തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ലാംഗ്വേജ് ലാബുകളും അത്യാവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് 12 കോടി രൂപ നീക്കിവെച്ചു. മട്ടന്നൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ വിവിധ നിർമ്മാണ പ്രവർത്തനത്തിനും ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും 10 കോടി രൂപയും കൊമ്മേരി ഗവൺമെന്റ് LP സ്കൂൾ, മുതുകുറ്റിപ്പൊയിൽ, പാലിയത്ത് വയൽ UP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 8 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 30 കോടി രൂപയാണ് വകയിരുത്തിയത്. എടയാർ ആലച്ചേരി റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും 13 കോടി, എടയന്നൂർ കാനാട് തെരമ്മൽ കീഴല്ലൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്താൻ 8 കോടി, ശിവപുരം വെമ്പടി കായലൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 2 കോടി, തലശ്ശേരി ഇരിക്കൂർ റോഡ് 2 കോടി, കണ്ണവം ഇടുമ്പ റോഡിന് 2 കോടി, ഉരുവച്ചാൽ ശിവപുരം കാക്കിയങ്ങാട് റോഡ് 2 കോടി, ആയിത്തര ഗോശാല റോഡ് അഭിവൃദ്ധിപ്പെടുത്തലിനും 1 കോടി രൂപയും വകയിരുത്തി. മട്ടന്നൂർ മണ്ഡലത്തിന് ബജറ്റിൽ വലിയ പരിഗണനയാണ് ലഭിച്ചതെന്ന് കെ ശൈലജ MLA അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.